അപ്പോൾ ഇന്ത്യയിൽ ആകെ ഒരു 5000 രൂപയും കയ്യിൽ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ് കേട്ടോ. കാരണം ഒരു 5000 രൂപയും കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യ കാണാൻ ഇറങ്ങി. അപ്പോൾ യൂസുഫ് ഖാൻ എന്ന് പറയുന്നത് സ്പെഷ്യലി എനിക്ക് ചില ആളുകൾ സ്പെഷ്യലാണല്ലോ. അപ്പോൾ യൂസുഫ് ഖാൻ എനിക്കൊരു സ്പെഷ്യൽ ആളാണ്. നമ്മൾ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്തു? ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓൺടർപ്രണർ ശരിക്ക് സമൂഹത്തിന് ആവശ്യമല്ലേ? നല്ല ചോദ്യം. ഐസ്ക്രീം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ അവരെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കിഷ്ടം. കാരണം അവരാണ് നമ്മളുടെ ബാക്ക് ബോൺസ്. നമ്മളുടെ മക്കൾ വളരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ഒരു ജീവിതത്തിൽ കടക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും മിനിമം നമ്മളുടെ ഇന്ത്യ ഒന്ന് കാണണം. അപ്പോൾ അബുവിൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂസഫ് ഇക്ക ഉണ്ടായിരുന്നു, ഒരു ഇക്ക ഉണ്ടായിരുന്നു. ആ ഇക്ക അബുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? യൂസഫ്ക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറാണ് ഇപ്പോൾ. ഞങ്ങൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ ഒരു ഐഡിയയും കൊണ്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ അത് യൂസഫ് ആയിരുന്നു. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ CCTV ക്യാമറയുടെ ബിസിനസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹവുമായി കണക്ട് ചെയ്യുന്നു. അദ്ദേഹവുമായിട്ട് പിന്നീട് എന്നിലുള്ള വിശ്വാസം, ഞാൻ ആ ഒരു ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത കാണിച്ചപ്പോൾ അദ്ദേഹം എന്നിൽ വിശ്വാസത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആൽമണ്ട് ഡയറി എന്ന ഐസ്ക്രീമിലേക്ക് അല്ല, ആദ്യം വേറൊരു ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ. അപ്പം അതിനുശേഷം പുള്ളി നമ്മളോടൊപ്പം ഈ ഒരു ഐഡിയയും കൂടി കൊണ്ടുവന്ന സമയത്ത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബമാണെന്നുള്ള രൂപത്തിൽ ഞാൻ അദ്ദേഹത്തിന് കാണുന്നത്. അപ്പം എൻ്റെ ബിസിനസ്സിലുള്ള എൻ്റെ ഓരോ ആളുകളെയും ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോഴാണല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ചില സമയത്ത് എൻ്റെ ഉപ്പ ആയിട്ട് കാണും, ചില സമയത്ത് എൻ്റെ സുഹൃത്തായിട്ട് കാണും. അത് ശരിക്കും ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേറെ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സൊക്കെ ആയിട്ടും ഞാൻ ആ ഒരു തലത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. യൂസുഫ് ഖാൻ എന്ന് പറയുന്നത് സ്പെഷ്യലി എനിക്ക് ചില ആളുകൾ സ്പെഷ്യലാണല്ലോ. അപ്പോൾ യൂസുഫ് ഖാൻ എനിക്കൊരു സ്പെഷ്യൽ ആളാണ്. തീർച്ചയായിട്ടും. സ്പെഷ്യൽ എന്ന വാക്ക് കേട്ടപ്പം കുറേ സ്പെഷ്യൽ ഐറ്റംസ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അബു. ഐസ്പോട്ട് എന്ന ബ്രാൻഡിലൂടെ, ആൽമണ്ട് ഡയറി എന്ന ഐസ്ക്രീം ബ്രാൻഡിലൂടെ അല്ലേ? അതും വളരെ വ്യത്യസ്തമായിട്ട് പലരും ചിന്തിക്കുക ഒരു ബിസിനസ് ചെയ്യാം, അവർക്ക് എങ്ങനെ പ്രോഫിറ്റ് കിട്ടും, അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ടാണെങ്കിലും നമുക്ക് ഐറ്റംസ് പെട്ടെന്ന്, ഇനി കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെയ്യുന്ന ബിസിനസ്സുകാർ നമുക്കറിയാം. അതേസമയം അബു ചിന്തിക്കുന്നത് പ്രോഫിറ്റ് കുറഞ്ഞാലും ക്വാളിറ്റി ഭയങ്കരമായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് ഫ്രൂട്ട്സ്, അല്ലേ, റിയൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഐസ്ക്രീംസ് ചെയ്യാം. തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്തു? ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓൺടർപ്രണർ ശരിക്ക് സമൂഹത്തിന് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. ഏത് രീതിയിലാണ് ആവശ്യം? നല്ല ഓൺടർപ്രണേഴ്സിന് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ചില ബിസിനസ്സൊന്നും തലമുറകൾ കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല. പക്ഷെ തലമുറകൾ ആയിട്ട് വരുന്ന ബിസിനസ്സുകൾ എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി? ഇപ്പോൾ പല പ്രമുഖ ബ്രാൻഡുകളും തലമുറകളായിട്ട് വന്നിട്ടുള്ളതിൻ്റെ സ്പെഷ്യാലിറ്റി, അവർ ജെന്യൂനായിരിക്കും. അവരവരുടെ പ്രൊഡക്റ്റിൽ ഒരുവിധ മായം ചേർക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം എടുത്ത ഡിസിഷൻ അതാണ്. ഞാൻ എൻ്റെ പാർട്ട്ണറും കൂടിയിട്ട് ആദ്യം എടുത്ത ഡിസിഷൻ, നമുക്ക് പ്രോഡക്റ്റിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ഇന്ന് വരെ ഞങ്ങളത് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചില ബാച്ചിലൊക്കെ നമ്മളുടെ ചില ആളുകളുടെ അശ്രദ്ധ മൂലമൊക്കെ വരാറുണ്ട്. നമ്മളിപ്പോൾ അതിനൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പോകുന്ന ടെക്നോളജികൾ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. AI ടെക്നോളജികൾ ഞങ്ങളിപ്പോൾ പ്രൊഡക്ഷനിൽ വരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ബാക്കിലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പ്രോഡക്റ്റ് എന്താ പറയുക, ഒരു SOPയിലായിരിക്കുമല്ലോ നമ്മൾ എന്തും ഉണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു SOP ഉണ്ടാക്കുമ്പോൾ ആ SOP കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഓട്ടോമേഷൻ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ പരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. വാട്സപ്പിനൊക്കെ യൂസ് ചെയ്ത്, കാരണം നമ്മളൊരു ആപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് അത് ത്രൂ നമ്മളൊരു SOP ഒക്കെ മോണിറ്റർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ എപ്പോഴും ചിലപ്പോൾ ചില സമയത്ത് അടുത്തുള്ള ചേച്ചിമാരും നമ്മളെ എംപ്ലോയീസ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾ അങ്ങനത്തെ കാറ്റഗറി ആളുകളായിരിക്കും. അവർക്ക് ചിലപ്പോൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്കില്ല് ഉണ്ടാവില്ല.
അപ്പോൾ അതൊക്കെ ട്രെയിൻ ചെയ്ത് വരാണെങ്കിൽ കുറേ സമയമെടുക്കും, കുറേ നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതിലാണ് ഒരു പുതിയതല്ല, നോർമലി ഉള്ള ആശയത്തിനെ നമ്മളിങ്ങനെ തേടി പിടിക്കും. അപ്പോൾ എനിക്ക് ഒരു ആശയം കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് വാട്സപ്പ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ആണ് നമ്മൾ അങ്ങനെയുള്ള കുറേ ഇന്നോവേഷൻസ് നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരുപാട് മറ്റുള്ള ഓവർ ഹെഡുകൾ ഇപ്പം നേരത്തെ ചോദിച്ചോല്ലോ, എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നതെന്ന്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കുറേ ഓവർ ഹെഡുകളെ ഈസി ആയിട്ട് നമ്മളെ ബ്രാൻഡിൽ ചില ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ചില ലേബർ കോസ്റ്റുകൾ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ പോയി പഠിക്കണം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്യണം. മാക്സിമം നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കാവുന്ന പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മളറിയാത്ത മേഖലയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഒരുപാട് സഞ്ചരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇപ്പോഴും സഞ്ചാരത്തിൻ്റെ പിന്നിൽ തന്നെയാണ്. പിന്നിലാണ് അല്ലെ? പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് അവിടെയും ഒരു ഗവേഷണം നടത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മളൊരു പൊട്ടക്കിണറ്റിലെ തവള എന്നതിന് പറയും, പഴയ ഒരു വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെ നമ്മളെ ലിമിറ്റേഷൻസിൽ നിന്നിട്ട് പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് നമ്മുടെ ബിസിനസ്സിന്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അബു ഐസ്ക്രീമിൽ ഈ പണി നിർത്തുമോ എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് എന്താണ് അബു? നല്ല ചോദ്യമാണ്. ഐസ്ക്രീം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന പല പ്രമുഖ മാതൃകയാക്കുന്ന ആളുകളും ഒരു വെർട്ടിക്കലിലല്ല അവർ ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് വെർട്ടിക്കൽസ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരുപാട് വെർട്ടിക്കൽസിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഐസ്ക്രീം ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു വെർട്ടിക്കൽ മാത്രമാണ്. ഇനി അങ്ങോട്ട് കുറേ വെർട്ടിക്കൽസ് ഉണ്ടല്ലോ. ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണോ അബു ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ എൻ്റെ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടീമിനെ ഇപ്പോൾ അവരൊരു ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള ടീമല്ല. എനിക്ക് എൻ്റെ കോർ ടീമുകളുള്ള ആളുകളൊക്കെ ഞാൻ എൻ്റെ തന്നെ പറയുന്നത് കാരണം വെച്ചാൽ അവരൊക്കെ അങ്ങനെയാണ് കേട്ടോ. അബുവിന് എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ടോട്ടാലിറ്റി? ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഏകദേശം 160ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഇപ്പോൾ ഈ 164 ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്ലി ഔട്ട്ലെറ്റുകൾ. ഇവിടെയും തമിഴ്നാട്ടിലും കേരളം, തമിഴ്നാടും കർണാടകയായിട്ട് ഇപ്പോൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 164 ഔട്ട്ലെറ്റുകളും അത് എടുത്തിട്ടുള്ള ആളുകൾ ഇത് കാരണം കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഏകദേശം ചില ഔട്ട്ലെറ്റിൽ 1 2 3 ഉള്ള ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം ഇത് കാരണം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സ്റ്റാഫുകളായിട്ടല്ല, നമ്മൾ കുടുംബമായിട്ട് പരിഗണിക്കുന്ന ആളുകളാണ്. ആൽമണ്ടും ഐസ്പോട്ടും ഒരേ ഫാക്ടറിയിൽ. അതെ. പിന്നെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീസണൽ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ പല സമയത്തും നമുക്ക് ടെമ്പററി വർക്കേഴ്സും ഉണ്ടാവും, പെർമനൻറ്റ് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരേനെ ഒരു നിശ്ചിത എണ്ണം നമുക്കിപ്പോൾ പ്രോപ്പർലി പറയാൻ കഴിയില്ല. എന്നാലും അത്യാവശ്യം ഒരു 10-500 കുടുംബങ്ങൾക്ക് എന്ന് തന്നെ പറയാം. 500 കുടുംബങ്ങൾക്ക് നമ്മളെ ഇപ്പോഴുള്ള ഈ ഒരു ഐഡിയ കാരണം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആൽമണ്ട് ഡയറിയുടെയും ഐസ്പോർട്ടിൻ്റെ കാര്യത്തിലാണ്. ഇനി എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ടീമുണ്ട്. അത് അവർ എന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആളുകളാണ്, ഞാൻ അവർ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. അവരിപ്പോഴും എന്നോടുണ്ട്. അവരാണ് എൻ്റെ എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട്. അവർ പല വെർട്ടിക്കൽസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അറിയാത്ത മേഖലേനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് HR അറിയില്ലെങ്കിൽ HR നമ്മൾ പഠിക്കുകയാണ്, അവർക്കും പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതും അടുത്തൊരു എനിക്ക് പറയാനുള്ളൊരു ആശയമാണ്. നമ്മളുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ നമ്മളെ കോർ ടീമിലുള്ള ആളുകൾക്ക് നമ്മളെപ്പോഴും അവരിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ട അറിയാത്ത സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കോഴ്സുകളൊക്കെ എടുത്ത് പഠിപ്പിച്ച് കൊടുക്കണം. എന്നാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക, നമുക്ക് അടുത്ത വെർട്ടിക്കൽക്ക് പോകാൻ പറ്റുക, നമുക്ക് ഡെലിഗേഷൻ പ്രോപ്പർലി ചെയ്യാൻ പറ്റുക. അതായത് അബുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും അബു പഠിക്കുന്ന അതേ വിജ്ഞാനം അവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും. ശരിക്കും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ അവരെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കിഷ്ടം. കാരണം അവരാണ് നമ്മളെ ബാക്ക് ബോൺസ്. ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും ഞാൻ പല ബ്രാൻഡുകളൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ അതിശയിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒക്കെ ടീമിന് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാൾ നല്ല ടീമിനെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർനാഷണൽ യാത്ര പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ എത്തണം.
അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും ഞാൻ പല പല കമ്പനികളും പല പല രൂപത്തിലേക്കും കൊണ്ടുപോകാൻ പോവാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരൊപ്പം നിർത്തിയിട്ട് ചെയ്യാൻ പോവാണ്. അതാണ് അൾട്ടിമേറ്റ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ, ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊക്കെ ഒപ്പം എത്തിക്കും. ഉറപ്പായിട്ടും അബുവിന്റെ ലൈഫ് സ്റ്റൈൽ കണ്ടെടുത്തോളം ഉറപ്പായിട്ടും ദൈവം അബുവിനെ ഇങ്ങനെ എന്താ പറയാ കൈയിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെ അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ ഒരുപാടൊന്നും വിദ്യാഭ്യാസത്തിൽ വലിയ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും അധികം ഉണ്ടായിരുന്നില്ലല്ലോ, സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അബുവിന് എത്ര ഭാഷകൾ അറിയാം? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഭാഷകളും ഞാൻ പഠിച്ചു വെക്കുന്നുണ്ട്. അത് പഠിച്ചു വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസം ഭാഷ പഠിക്കാനായിട്ട് കോഴ്സിന് പോയിട്ടൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് മലയാളം അറിയാം, ഉം. ഹിന്ദി അറിയാം, ഉം. ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യത്തിന് വേണ്ട തമിഴ് അറിയാം. അത് ശരി. പിന്നെ മതിയിലോ, ഇനി എന്തിനാ ഇത് കൂടുതൽ അല്ല, അറിയാം? ഇതൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഹിന്ദീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹിന്ദി ഒന്നും അറിയണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ത്യ കാണാനുള്ള ആഗ്രഹം തോന്നുന്നത്, ഇന്ത്യ മുഴുവൻ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇന്ത്യയിൽ ആകെ ഒരു 5000 രൂപയും കയ്യിൽ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ് കേട്ടോ. ഓക്കെ. കാരണം ഒരു 5000 രൂപയും കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യ കാണാൻ ഇറങ്ങി. ഓൾ ഇന്ത്യ ടൂറിന് ആ ഇറങ്ങുകയാണ് 5000 രൂപ ഇന്ത്യക്ക് വേണ്ടി വെച്ച്. ഇറങ്ങിയതല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു ഹരിഹർ ഫോർട്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ ആ ട്രക്കിങ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കാടും മലയും കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും കുറച്ച് പൈസ ഇങ്ങനെ ഉണ്ടാക്കും, ഞാനായിട്ട് യാത്ര ചെയ്യും എന്നുള്ള രൂപമാണ്. അത് ശരി. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സഞ്ചാരി എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഞാൻ ആ, ഇങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം മഹാരാഷ്ട്ര പോയി. മഹാരാഷ്ട്ര മലയാളം പോയി. മാത്രം അറിയുന്ന ഞാൻ മഹാരാഷ്ട്രയിൽ പോയി. ഓക്കെ. മഹാരാഷ്ട്രയിൽ പോകുന്ന സമയത്ത് പിന്നെ ആ മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ടിൻ്റെ അപ്പൊ ഒറ്റയ്ക്കല്ലേ സഞ്ചരിക്കുന്നേ? ആ എല്ലായിടത്തും. ഓക്കെ. ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. പിന്നെ അത് കൂട്ടമാവാറുണ്ട് എപ്പോഴും. ഓക്കെ. ഓക്കെ. അത് ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ദൈവം തന്നിട്ടുള്ള ഫ്രണ്ട്സ് ജോയിൻ ഒരു ആവും അല്ലേ? എങ്ങനെയോ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളെ അത് എനിക്ക് ദൈവം തന്ന ഒരു കഴിവാന്ന് തന്നെ ഞാൻ പറയട്ടെ. ഇനി ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് എന്തോ എന്നെ മറക്കാൻ കഴിയില്ല, എനിക്കെന്തോ അവരെയും മറക്കാൻ കഴിയില്ല എന്നതുപോലെയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ അന്ന് യാത്ര പോയതിലത്തെ ആളുകൾ ഇപ്പോഴും ഞാനുമായി കണക്ഷൻ ഉണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. ഉം, 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 ഉം. ഞാൻ 2013 ആ 12-13 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഹിന്ദി പഠിക്കുന്നത്. ഓ. അന്ന് മഹാരാഷ്ട്ര പോയ ആൾ പിന്നെ തിരിച്ചു വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് വരെ പോയി. ഹിമാചൽ പ്രദേശിൽ തന്നെ ചിത്കുൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത്, ഇന്ത്യയിലെ ലാസ്റ്റ് ഗ്രാമപ്രദേശമുണ്ട് ഒരു ഏരിയ, അവിടെ പോയി ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടാണ് ആ ടെൻറ്റ് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഉള്ള ഒരു ആൾക്ക് വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഷയും അല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് എവിടെയും ജീവിക്കാൻ പറ്റുന്നൊരു ഇത് പറ്റും. ഇപ്പോഴും എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അതേപോലെ പുസ്തകം വായിക്കാറുണ്ടോ? വളരെയധികം മുമ്പ് വായിച്ചിരുന്നു. ഇപ്പോൾ സമയം കിട്ടുന്നില്ല. ഓഡിയോ ബുക്സ് ഒക്കെ ആയിട്ട് യാത്രയിലും പിന്നെ കുറച്ച് 1-2 ബുക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ചു. അല്ലെങ്കിൽ ഞാനും ഒരു ഭുജിയാന്നൊക്കെ വിചാരിക്കും ആളുകൾ. ഞാനിങ്ങനെ അല്ല, നോർമലി നമ്മളിങ്ങനെ ഓരോ അറിവ് നേടണം എന്ന് സ്വയം വിചാരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന പരിപാടികളാണ് സഞ്ചരിക്കുക, ആ ബുക്ക് വായിക്കുക എന്നൊക്കെയുള്ളത്. ഒരു ബുജി എന്നുള്ളതല്ല. ആ നമുക്ക് ഡെയിലി നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ അറിയാൻ സാധിക്കുകയാണല്ലോ. പലരുടെയും വാചകങ്ങളിൽ നിന്നും പലരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം. ഇത്ര വലിയൊരു കോടീശ്വരനായാലും ലക്ഷപ്രഭു ആയാലും 10 ബിസിനസ്സോ 100 ബിസിനസ്സോ ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ കാര്യമില്ല, എന്തിരിക്കും? കാര്യമില്ല. കാര്യമില്ല. എനിക്കൊരു കാര്യം ജനങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. പറയും. ഇനിയുള്ള ജനറേഷനെങ്കിലും ചെയ്യണം. നമ്മളുടെ മക്കൾ വളരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഒരു ജീവിതത്തിൽ കടക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും മിനിമം നമ്മളുടെ ഇന്ത്യ ഒന്ന് കാണണം അവർ. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ യാത്രകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ മക്കൾക്ക് വരുമ്പോൾ നമ്മൾ പല സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഒരുപാട് സംസ്കാരങ്ങളുള്ള സ്ഥലങ്ങൾ കാണാം. ജീവിതത്തിൽ പല ഞാനൊക്കെ ഇല്ലായ്മയുടെ രുചികൾ കാണും. ഓരോ ഗ്രാമങ്ങളിൽ മഹാരാഷ്ട്രയിലൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുന്ന സമയത്തും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലൊക്കെ ഓരോ ഗ്രാമങ്ങൾക്കാണ് നമ്മൾ പോവുക. അല്ല, ടൂറ് പോയിട്ട് കാര്യമില്ല. ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാൻ പോകുന്നതിന് പകരം അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊക്കെ അന്ന് ഒറ്റക്കായിട്ടാണ് എക്സ്പ്ലോർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. എനിക്ക് മനസ്സിലായി. ഞാനിപ്പം ആക്ച്വലി സെയിങ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ ജയ്സൽമേറിൽ പോയി. ആ കുറച്ച് ദിവസം അവിടെയായിരുന്നു. ഈ പറയുന്നത് പോലെ ഒരു 6 മണിക്കൂറുകളോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ജോധ്പൂരിന്ന് ജയ്സൽമേറിലേക്ക് എത്തുന്നത്. ആ പോകുന്ന വഴികളിലൊന്നും ഞങ്ങൾ നോക്കിയത് വീടിന് മേൽക്കൂര ഇല്ലല്ലോ.
വീടിന് മേൽക്കൂരകളില്ല. അപ്പം മഴ വന്നാൽ എന്ത് ചെയ്യും ഇവർ? ഇവരെവിടെയാണ് കിടക്കുന്നത്? അതെ, അതെ. ബാത്റൂംസ് ഇല്ല. ഒന്നുമില്ല. എത്രയോ മണിക്കൂറുകൾ സഞ്ചരിച്ചിട്ടും ഞങ്ങൾക്ക് ചുറ്റുപാടിന് ഒരു മാറ്റവും ഇല്ല. അതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു വിഷമകരമായിട്ടുള്ള നമുക്ക് ഞാൻ അതിലൊക്കെ നോക്കിക്കണ്ടത് എനിക്കത് വിഷമം മാത്രമല്ല വന്നത്. എനിക്കതിനെങ്ങനെ നമ്മളെക്കൊണ്ട് അതെങ്ങനെ നമ്മളെ നാട്ടില് ചില സമയത്തൊക്കെ അഭിമാനം വന്നു നമ്മളെ നാടിനെ പക്ഷെ കുറിച്ച് അവര് ആലോചിച്ചപ്പോൾ. ഭയങ്കര ഹാപ്പിയാണ് ട്ടോ. അതാണ് ഭയങ്കര രസം. അവര് അതെ, ഭയങ്കര ഹാപ്പിയാണ്. അവര് അതെ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ജീവിതത്തിൽ. നമ്മക്കാണ് അതില്ല, ഇതില്ല, ഒരു നേരം പരാതികൾ. കറണ്ട് പോയാൽ പ്രശ്നം അതാണ് ഇതാണെന്നുള്ളത്. വീടിന്റെ സൈഡ് പൊട്ടിപ്പോയി അപ്പം നമുക്ക് വേറെ പണി അങ്ങനെയൊക്കെ ഒരു തോന്നല്. അവര് ആ ഒരു ഇട്ടാവട്ടത്തെ സ്നേഹിക്കുകയും അവർക്ക് കിട്ടിയ സാഹചര്യത്തെ അവര് പ്രണയിക്കുകയാണെന്ന് തന്നെ പറയാം. അതെ, അതെ, അതെ. അതാണ് അവര് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ. ഒരു യാത്ര പോകുന്ന നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് പോയ യാത്രയുടെ കാര്യങ്ങളായി പറഞ്ഞത്. ഈ കാര്യം ഒരു 17 വയസ്സിലോ 18 വയസ്സിലോ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഉറപ്പായിട്ടും. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെ എത്തും? അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് കിട്ടി. ഞാൻ അതുപോലെ നമ്മളെ മക്കൾക്കും നമ്മളെ വരും തലമുറകൾക്ക് കിട്ടണം എന്നാ ഞാൻ പറയുന്നത്. ടൂറ് പോകണമെന്നല്ല, ഉറപ്പായിട്ടും. യാത്ര ചെയ്യണം. നല്ല മിനിമം ഇന്ത്യയെങ്കിലും നമ്മൾ കണ്ടിരിക്കണം. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. അബുവിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അബു ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞു, ഒരുപാട് നെറ്റ്വർക്കിംഗ് ഉണ്ടായി കഴിഞ്ഞു. ചതി പിന്നീന്നുള്ളൊരു കുത്ത് അതൊക്കെ അബു ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഒരുപാടുണ്ട്. ഉണ്ടാകും. പക്ഷെ അത് അബു എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് മെന്റലി ആണോ ഓവർകം ചെയ്തത്? അത് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തത്? നമ്മളൊരു ജീവിതയാത്രയിൽ ഇത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ പുതിയ ആളുകളെയും പരിചയപ്പെടും തോറും നമ്മൾ അത് മാറ്റം വരുത്തും. ശരിക്കും അവരെന്നെ ഇപ്പോൾ ആരായാലും നമ്മളതിനെ ഒരു ചതിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ്. കാരണം നമ്മളതിന് പിന്നാലെ അവരെ നമ്മൾ എതിർത്ത് നമ്മൾ അവർക്ക് വേണ്ടി സമയം കളഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സമയം പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന തെറ്റതാണ്. സോ യു ഡോണ്ട് ഫോളോ സച്ച് ഞാൻ അവരെ പീപ്പിൾ അല്ലേ? മൈൻഡ് ചെയ്യാറില്ല. വെരി ഗുഡ്. ഞാൻ ഓക്കെ. കട്ട് ചെയ്തങ്ങോട്ട് ഒഴിവാക്കും. എന്നിട്ട് എൻ്റെ പണി അതല്ലല്ലോ. വളരെ നല്ല ആശയാട്ടോ. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ആ പണി കിട്ടിയ ആൾക്കാരുടെ പുറകെ പോവും. കുറച്ചുകൂടെ പണി വാങ്ങിയെടുക്കാനും അവരുടെ ലൈഫിലുള്ള നല്ല വാല്യുബിൾ ടൈം കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ അബു നേരെ ഞാൻ തിരിച്ചാണ്. ആദ്യം അതൊക്കെ ചെയ്തിരുന്ന ആളാണ്. ഓ അത് ചെയ്യാണ്ട് അത് ചെയ്തിരുന്നതിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്യും എന്തിനാ അത് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾക്ക് എന്ത് നേട്ടം? നമ്മളെ സമയം പോകുന്നു. നമ്മളെ ക്വാളിറ്റി സമയം പല ആളുകൾക്ക് കൊടുക്കേണ്ടതല്ല, നമുക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം അതിന് പിന്നാലെ നടന്ന് നമ്മളെ സ്ട്രെസ്സ് കൂടുന്നു, നമ്മളെ ടൈം വേസ്റ്റ് ആവുന്നു, നമ്മളെ പൈസ പോകുന്നു. നമ്മൾ ചെയ്യേണ്ടത് അവർ കാണുന്ന ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ട് അവർ അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഇതിനുള്ള എന്താ പറയുക, അപ്പോൾ അവർ നമ്മളോട് തിരുത്തി അല്ലെങ്കിൽ അവർ നമ്മളെ തിരുത്തി കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ സന്തോഷിക്കണം. അടിപൊളി ഇപ്പോൾ അടിപൊളി. സിജോയ് സാറൊക്കെ പറയുന്ന വേർഡ്സൊക്കെ പോലെ അത് ഭയങ്കര ഇൻസ്പയർഡ് വേർഡ്സാണ്. അതെ തീർച്ചയായിട്ടും. പിന്നെ സിജോയ് സാറിനൊക്കെ ഞാൻ എപ്പോഴും മാതൃകയായിട്ട് കാണുന്ന ആളാണ്. ആ ഒരു വേർഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളി പറയുന്ന ആ വേർഡൊക്കെ ശരിക്കും എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്, എപ്പോഴും ഇൻസ്പയർ ആവാറുണ്ട്. അടിപൊളി. ഞങ്ങൾ സിജോയിന്റെ പേര് വന്നപ്പോൾ തന്നെ ഞങ്ങളൊക്കെ സിനിമയിലാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, സിനിമ കാണാറുണ്ടോ ഈ തിരക്കിന്റെ ഇടയിൽ? എപ്പോഴാണ് തീർച്ചയായിട്ടും. സമയം കിട്ടുന്ന സിനിമ കാണാൻ? സിനിമ എന്ന് പറയുന്നതൊക്കെ പല സിനിമകളും മോട്ടിവേറ്റ് ചെയ്യുന്ന പല നല്ല സിനിമകളുണ്ടല്ലോ. എല്ലാ സിനിമയും നമുക്ക് കഴിയാവുന്ന സമയങ്ങളൊക്കെ കാണാറുണ്ട്. കാണാറുണ്ട്. ആ സിനിമ ശരി. നമ്മൾക്കൊരു ഒരു ഒരു ആസ്വാദനം, ഒരു റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണല്ലോ പല കാര്യങ്ങളിലും. എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ കുറേ കാലത്തോളൊന്നും സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നില്ല. ഉം. പിന്നീട് സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് കാണാൻ കഴിഞ്ഞതിനൊക്കെ ശേഷം കുറച്ചും കൂടി കൂടുതൽ ആസ്വദിച്ച് തുടങ്ങി. പിന്നെ അതിനെ സിനിമയും ബിസിനസ്സുമായിട്ട് അലൈൻ ചെയ്തു വന്ന് തുടങ്ങിയപ്പോഴൊക്കെ നമ്മളിപ്പോൾ അവരൊക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ, ശരി. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കാണുന്ന പോലെ ഒരു സന്തോഷം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കാരണം എന്തായാലും ഇപ്പം നിർബന്ധമായിട്ട് കാണണം. കാണാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അബുവിന് ഇപ്പം നമ്മളെല്ലാവരും കാണുമ്പം അബുവിന്റെ വീട്ടിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഓരോരുത്തരായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകളും ഓൺടർപ്രണേഴ്സും വിജയിക്കുന്ന ആളുകളൊക്കെ സിനിമകൾ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ല ആശയമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും സിനിമകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സിനിമകൾ കാണുന്നത് പലരും പല വേർഷനിലാണ്. അപ്പം എനിക്ക് കാണുന്ന എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സിനിമയും വേറൊരു കണ്ണുകൊണ്ട് കാണുന്ന സിനിമയും അത് രണ്ടാണ്. അപ്പം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സിനിമ എന്ന് പറയുന്നത് എനിക്ക് ആ സിനിമയിൽ എന്താണ് അതിൻ്റെ
അതിൻ്റെ കാഴ്ചപ്പാട്, അതിൻ്റെ ഓൺട്രപ്രണറൽ കാഴ്ചപ്പാട്, ഒരു ഓൺട്രപ്രണറൽ വ്യൂവിൽ നമ്മൾ നോക്കി കാണുമ്പോൾ അതിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല വേറെ ആൾ നോക്കി കാണുമ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും പല നല്ല ക്വാളിറ്റി സിനിമകളും സിനിമയ്ക്ക് പുറകിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. കണ്ടാലാണ് അതിൻ്റെ പിന്നിലുള്ള എഫേർട്ടുകൾ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ അതിനേക്കാൾ എഫേർട്ടായിരിക്കും ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരുപാട് പേർക്ക് അബു ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ പഹയൻ്റെ കൂടെ എങ്ങനെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാമെന്ന്. ഈവൻ ഞാൻ പോലും ഒന്ന് വിചാരിച്ചു. സാരല്ല, പിന്നീട് സംസാരിക്കുന്നതായിരിക്കും അബുവായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അബുവായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ അബു വഴിവെട്ടി അവർക്ക് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. കാരണം നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് കേവലം ഒരു ബിസിനസ്സിലോ ഒരു സ്ഥലത്തോ ഒതുങ്ങി തീരേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ എടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്കൊക്കെ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ടീം പോവുകയാണ്. അപ്പോൾ വെരി ഗുഡ് ടീം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മളെ ടീമിനോട് കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പല വെർട്ടിക്കൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സായിട്ട് നമ്മളെ കൂടേണ്ട ആളുകൾക്ക് കൂടാം. പിന്നെ ഇനി അതല്ലാതെ നമ്മളോട് ജോയിൻ ചെയ്ത് നമ്മളെ ടീമിലേക്ക് വരേണ്ട ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഫ്രാഞ്ചൈസി എടുത്തിട്ട് നമ്മളോട് ജോയിൻ ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനോട് അത് ജോയിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മളെ ആൽമണ്ട് ഡയറി ഐസ്ക്രീംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ടൊക്കെ ഇതിന് അവസരങ്ങളുണ്ട്. ഈ വെർട്ടിക്കൽ അല്ലാതെ പല വെർട്ടിക്കൽ, കാരണം എൻ്റെ വിഷൻ ബോർഡിന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ കാണുന്നു. അപ്പോൾ ആ വിഷൻ ബോർഡിൽ ഞാൻ കാണുന്ന കുറേ നല്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ എന്തിലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈസൽ സാറിനെ പോലെയുള്ള ബി സ്കൂളിലെ ഫൈസൽ സാറിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് പിന്നിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സഹായത്തോടൊക്കെ ഞാൻ ഉണ്ടാക്കിയ വിഷൻ ബോർഡിൽ ഒരു ഭാഗത്തിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഈ ഐസ്ക്രീം എത്തിയിട്ടുള്ളൂ. ഇനി കാണുന്ന വലിയൊരു എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കിയാൽ മതി. അപ്പോൾ ആ വിഷൻ ബോർഡിലുള്ള കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്നോടൊപ്പം ആർക്കും വരാം, ഒരു പ്രശ്നമില്ല. ഒരുപാട് കൈനിറയെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് അബുവിന്റെ ടീമും നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കണം എന്ന് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഒരു ഡേയിൽ എങ്ങനെയാണ് അബുവിന്റെ ലൈഫ് സ്റ്റൈൽ? ആക്ച്വലി എത്ര മണിക്ക് അബു എഴുന്നേൽക്കും? എന്താണ് അബുവിന്റെ ഒരു ദിവസത്തെ യാത്രയിൽ അബു എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഭയങ്കര വിഷൻസ് ഒക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ ആ ലൈഫിൽ ആ അച്ചടക്കം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണോ, അതോ ആസ് ഇറ്റ് ഈസ് ആണോ? ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ കൺട്രോളിലല്ല. പലപ്പോഴും ഇപ്പോഴും എൻ്റെ കൺട്രോളിലല്ല, ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ അതിനോടനുസരിച്ച് നിന്ന് കൊടുക്കുകയേ ചെയ്യാറുള്ളൂ. ആവശ്യമുള്ള സമയത്ത് നമ്മൾ നേരത്തെ എണീക്കേണ്ട സമയത്ത് നേരത്തെ എണീക്കും. അതിനൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട് എല്ലാവരെ പോലെയും എനിക്ക് സ്ട്രക്ചേർഡായിട്ട് പോകണം എന്നൊക്കെ. പക്ഷേ ഓട്ടോമാറ്റിക്കലി സ്ട്രക്ചേർഡായിട്ട് പോകേണ്ട സാഹചര്യത്തിൽ കൂടെ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഫുള്ള് ദിവസം പല പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്ത കാര്യങ്ങൾക്ക് പോകണം. അപ്പോൾ അതൊക്കെ ദൈവം നമുക്കിങ്ങനെ സ്ട്രക്ചേർഡ് ആവാത്ത എൻ്റെ ജീവിതത്തിനെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ഒരു ജീവിതത്തിനെ സ്ട്രക്ചേർഡ് ആക്കാനുള്ള പരിപാടി ആളവിടെ ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനോട് കൂടെ നിന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അബുവിൻ്റെ പല ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളാണെങ്കിലും മോശം കാര്യങ്ങളാണെങ്കിലും എന്നെ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അബു, താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അബുവിൻ്റെ സ്റ്റോറീസൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാനൊരു സംരംഭകയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു അബുവിൻ്റെ ഈ ഒരു പ്രൊഫഷണൽ കരിയർ കേട്ടപ്പോൾ. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഡു ഫോളോ us and signing off here, Life Chats with Anjali Nair.